ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പൈത്തണിന്റെ പാക്കേജ് മാനേജറായ യുവി ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് പിപ്പിനെ അപേക്ഷിച്ച് 10 ഇരട്ടി വേഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരുപാട് സമയവും അതുപോലെ തന്നെ സ്റ്റോറേജും ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് വെറും ഒരു പാക്കേജ് മാനേജർ മാത്രമല്ല, ഒരു കംപ്ലീറ്റ് പൈത്തൺ പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് സാധിക്കും. ഞാൻ ഇതിന്റെ സ്പീഡ് നിങ്ങൾക്കൊന്ന് പിപ്പുമായി കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അതിനെ ആദ്യമായി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ മാക്കോസോ ലിനക്സോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ടെർമിനലിൽ പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്ത് നിങ്ങളുടെ പവർ ഷെല്ലിൽ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആർച്ച് ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ സാധാ നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ pacman -s uv എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് യുവി സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പൈത്തൺ പാക്കേജുകളുടെ പേര് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് യുവി ഉപയോഗിച്ചും അതുപോലെ തന്നെ പിപ്പ് ഉപയോഗിച്ചും ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന്റെ സ്പീഡ് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പാക്കേജുകളുടെ പേര് കോപ്പി ചെയ്യുകയാണ്. ഇനി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 2 ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഞാൻ യുവി എന്നും പിപ്പ് എന്നും പറഞ്ഞ് 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഒരു ടെർമിനൽ കൂടെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്നാമത്തെ ടെർമിനലിൽ ഞാൻ പിപ്പ് ഫോൾഡറിനകത്തേക്ക് കയറി, രണ്ടാമത്തെ ടെർമിനലിൽ ഞാൻ യുവി ഫോൾഡറിനകത്തേക്കും കയറി. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യമായി നമ്മൾ പിപ്പ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അതിനായി പൈത്തൺ -m-v നിങ്ങൾ ഒരു പേര് കൊടുത്ത് വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ env എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതിനായി സോഴ്സ് env bin ആക്ടിവേറ്റ്. ഇപ്പോൾ ഇവിടെ ഈ വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പിപ്പിന്റെ ഫോൾഡറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി യുവി തന്നെ വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാം. അതിനായി ആദ്യം നമ്മൾ യുവി init എന്ന് പറഞ്ഞ് ഒരു കമാൻഡ് അടിക്കുക. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റ് ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫയലുകൾ അവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. ഒരു ഗിറ്റ് ഫോൾഡർ, അതുപോലെ തന്നെ git ignore, main.py എന്ന് പറയുന്ന ഒരു ബ്ലാങ്ക് പൈത്തൺ ഫയൽ, പിന്നെ പൈത്തൺ വേർഷൻ, പിന്നെ ഒരു റീഡ്മി ഫയൽ, അതുപോലെ തന്നെ pyproject toml എന്ന് പറയുന്ന ഒരു ഫയൽ. ഇതാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫയൽ. ഈ ഒരു ഫയൽ ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ രീതിയിൽ പൈത്തൺ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് കിടക്കാം. അതിനായി ഞാനിവിടെ നമ്മൾ സാധാ പൈത്തൺ പാക്കേജ് പിപ്പ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇവിടെ പിപ്പ് ഇൻസ്റ്റാൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പാക്കേജുകളുടെ പേര് ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇതിന് എക്സിക്യൂട്ട് ചെയ്യാനിരിക്കുന്ന എടുക്കുന്ന ടൈം അറിയാനായിട്ട് ഇവിടെ ടൈം എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ജസ്റ്റ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ യുവി ആഡ് എന്ന കമാൻഡാണ് കൊടുക്കുന്നത്. എന്നിട്ട് പാക്കേജ് നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു തരും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മാനുവലായി requirement.txt ഫയൽ മാനേജ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതെല്ലാം ഓട്ടോമാറ്റിക് ആയി തന്നെ യുവി ലോക്ക് എന്ന് പറയുന്ന ഒരു ഫയൽ വഴി യുവി തന്നെ ചെയ്തോളും. ഇവിടെയും ഞാൻ ടൈം എന്ന ആ കമാൻഡ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും റൺ ചെയ്ത് ഇതിന്റെ സ്പീഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ പിപ്പ് റൺ ചെയ്തു, അതുപോലെ തന്നെ യുവിയും റൺ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ഇൻസ്റ്റാൾ ആവുന്നത്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ യുവി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു.
2 സെക്കൻഡാണ് യു വി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്കിവിടെ വേണ്ടി വന്നത്. ഇപ്പോഴും പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വളരെ വലിയൊരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുന്ന സമയത്തെല്ലാം ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ടൈം മാത്രമല്ല, ഒരുപാട് സ്റ്റോറേജും നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യു ഉപയോഗിച്ചും പിപ്പ് ഉപയോഗിച്ചും നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ടും ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. അപ്പോഴുള്ള സ്പീഡ് വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അടുത്ത ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പിപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇത് ഒരു ഗ്ലോബൽ ക്യാഷായി സേവ് ചെയ്തിട്ടുണ്ടാവും. ആ ഫയലുകൾ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കോപ്പി ചെയ്തിടും. അപ്പോൾ അതിനും അവിടെ ടൈം എടുക്കും. മാത്രമല്ല, നമ്മൾ ഒരു 10 പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 പ്രൊജക്റ്റിലേക്കും ഓരോ ആ സെയിം പാക്കേജുകൾ തന്നെ പിപ്പ് കോപ്പി ചെയ്തിടും. അതുകൊണ്ട് നമ്മുടെ ഒരുപാട് സ്റ്റോറേജും അവിടെ നഷ്ടമാവും. യു വി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഒരു ഗ്ലോബൽ ക്യാഷായി സേവ് ചെയ്യുകയും നമ്മൾ രണ്ടാമതോ മൂന്നാമതോ 10 തവണയോ 100 തവണയോ നമ്മൾ പുതിയ പ്രൊജക്റ്റ് തുടങ്ങി അവിടെ ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പിപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ടില്ല. പകരം അവിടെ നിന്ന് ഒരു ലിങ്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊടുക്കും. വളരെ സ്പീഡിൽ നമുക്ക് രണ്ടാമത്തെ തവണ മുതൽ ഈ യു വി ഉപയോഗിച്ച് നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ പ്രൊജക്റ്റ് 1 എന്ന് പറഞ്ഞ് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രൊജക്റ്റ് 2 എന്ന് പറഞ്ഞ് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നാമത്തെ ടെർമിനൽ പ്രൊജക്റ്റ് 2ഉം രണ്ടാമത്തേത് പ്രൊജക്റ്റ് 1ഉം ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തേത് ഞാൻ നേരത്തെ ആക്ടിവേറ്റ് ചെയ്ത വെർച്വൽ എൻവയോൺമെന്റ് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇനി നമ്മൾ പുതിയ വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈത്തൺ -m -env. ഓക്കെ, ഇനി നമുക്ക് ആ env ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഞാനിവിടെ സോഴ്സ് env bin ആക്ടിവേറ്റ് നമ്മളവിടെ വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് സിമ്പിൾ ആണ്, ജസ്റ്റ് uv init എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ ആ ഫയലുകളെല്ലാം അവിടെ വന്ന് നമ്മുടെ പ്രൊജക്റ്റ് ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പിപ്പ് ഇൻസ്റ്റാൾ പാക്കേജ് നെയിം കൊടുക്കാം. ഇവിടെ uv ആഡ് പാക്കേജ് നെയിം കൊടുക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ വെർച്വൽ എൻവയോൺമെന്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടില്ല. നമ്മൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ആവുകയും അതുപോലെ തന്നെ പാക്കേജ് ലോക്ക് ചെയ്യാനായി, അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഗിറ്റ്ഹബിൽ നിന്ന് വേറെ ആരെങ്കിലും ക്ലോൺ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സെയിം വേർഷൻ പാക്കേജുകൾ തന്നെ കിട്ടാനായി uv ലോക്ക് എന്ന് പറയുന്ന ഒരു ഫയലും ക്രിയേറ്റ് ആവുന്നത് നമുക്ക് ഇവിടെ കാണാം. അതിനു മുമ്പ് നമുക്ക് ആ രണ്ടാമത്തെ തവണ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള സ്പീഡ് ഒന്ന് ആദ്യം നോക്കാം. ഇവിടെ uv ആഡ് പ്രൊജക്റ്റ് നെയിം കൊടുത്തു. നമുക്ക് പിപ്പ് റൺ ചെയ്തു, റൺ ചെയ്തു. കണ്ടോ, uv അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിപ്പ് ഇപ്പോഴും നമ്മുടെ ക്യാഷിൽ നിന്ന് പ്രൊജക്റ്റിലേക്ക് പാക്കേജുകൾ കോപ്പി ചെയ്തിടുകയാണ്. കണ്ടോ, വളരെ വലിയൊരു സ്പീഡ് വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ പിപ്പിൻ യുവിയുടെ ഫോൾഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ uv ലോക്ക് എന്ന് പറയുന്ന ഒരു ഫയലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ആ uv ലോക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമ്മുടെ പാക്കേജും അതിൻ്റെ വേർഷനും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ
നമുക്ക് pyproject.toml ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ഡിപ്പെൻഡൻസികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ? ഇതാണ് UV കൊണ്ടുള്ള ഉപയോഗം. നമുക്ക് സ്പീഡും അതുപോലെ തന്നെ സ്റ്റോറേജും ലാഭിക്കാം. അത് മാത്രമല്ല, നമുക്ക് ഈ pyproject.toml എന്ന് പറയുന്ന ഫയൽ ഉപയോഗിച്ച് നമ്മുടെ പൈത്തൺ പ്രൊജക്റ്റ് മുഴുവൻ സിമ്പിളായി നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനായി ഓരോ കാര്യത്തിനും ഓരോ ഫയലുകൾ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് ഈ വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പൈത്തൺ പ്രൊജക്റ്റ് റൺ ചെയ്യാൻ സാധിക്കും. നമുക്കതിനായി UV റൺ കൊടുത്ത ശേഷം നമ്മുടെ പൈത്തൺ പ്രൊജക്റ്റ് പൈത്തന്റെ ഫയലിന്റെ നെയിം നമ്മൾ കൊടുത്താൽ മതി. ഞാനിവിടെ ആ main.py ഓപ്പൺ ചെയ്ത് അവിടെ അവിടെ ഒരു കോഡുണ്ട്, നമുക്കത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ UV റൺ main.py കണ്ടോ? ആ കോഡ് അവിടെ റണ്ണായി. നമുക്കിവിടെ വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് UV ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത. മറിച്ച് പിപ്പ് ആണെങ്കിൽ നമ്മൾ ആ വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യാതെ നമുക്ക് പൈത്തൺ കോഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. റൺ ചെയ്യാൻ സാധിക്കും, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള പൈത്തൺ ഉപയോഗിച്ച് റൺ ചെയ്യാം. പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ UVയുടെ മുഴുവൻ ട്യൂട്ടോറിയൽ ഞാനൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.